കർത്താവ് അരുളി ചെയ്യുന്നു, യൂദ ആവർത്തിച്ചു ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ കർത്താവിന്റെ നിയമത്തെ പരിത്യജിച്ചു, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ചില്ല. അവരുടെ പൂർവികന്മാർ പിൻചെന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു. യൂദായ്ക്കുമേൽ ഞാൻ അഗ്നി അയക്കും, ജെറുസലേമിന്റെ ശക്തി ദുർഗങ്ങളെ അത് വിഴുങ്ങും. കർത്താവ് അരുളി ചെയ്യുന്നു, നല്ലൊരു സന്ദേശം. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. മറ്റൊരാളെ ഒരിക്കലും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത മനുഷ്യരെ പരിചയമുണ്ടോ? മറ്റൊരാളെക്കുറിച്ച് ഒരിക്കലും നല്ലത് പറയാത്ത, അവരുടെ വലിയ നേട്ടങ്ങളെ പോലും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത, മറ്റൊരാൾ സന്തോഷിക്കുന്നത് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത ചില മനുഷ്യർ. അവരും അവരുടെ സ്വന്തമായ മനുഷ്യരുമല്ലാതെ ലോകത്തുള്ള മറ്റെല്ലാ മനുഷ്യരോടും പുച്ഛം മാത്രമുള്ള ചിലർ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത അല്ലെങ്കിൽ ഒരു വിശേഷം ഒന്ന് പങ്കുവെക്കണമെന്ന് കരുതി ഒരാളെ തിരയുമ്പോൾ ചെന്നുവിടുന്നത് ഈ മനുഷ്യരുടെ മുന്നിലായാൽ അതോടെ തീർന്നു. എല്ലാം കേട്ടുകഴിഞ്ഞ് നമ്മളെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ഇളിമ്പ്യ ചിരിയും നമ്മുടെ സന്തോഷത്തിൻ്റെ വേരുറയ്ക്കുന്ന രീതിയിൽ നമ്മളെ തളർത്തിക്കളയാൻ ശേഷിയുള്ളത്ര മാരകമായൊരു മറുപടിയും പറയും അവർ. ഒരു ശുഭകാര്യത്തിൽ ഇറങ്ങുമ്പോൾ ഇവരെങ്ങാനും മുന്നിൽ വന്ന് പെട്ടുപോയാൽ അതുവരെ ആർജിച്ചെടുത്ത നമ്മുടെ ആത്മവിശ്വാസത്തെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കി കളയും അവർ. എന്തും ചെയ്യാൻ മനസ്സുള്ളൊരു മനുഷ്യനെ ഒന്നിനും കൊള്ളാത്തവരെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞെന്നു വരും. ഒരു കൂട്ടം മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ പോലും ഈ മനുഷ്യരുടെ സാന്നിധ്യം മതി. ഇത്തരക്കാരിൽപ്പെട്ട ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്, നമുക്കിടയിൽ തന്നെയുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഇത്തരക്കാരിൽ ചിലർ ഔദ്യോഗിക വേഷമണിയുന്ന സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടുന്നവരുടെ അവസ്ഥയാണ്. ചെന്നുപെടുന്നവരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച് ആത്മനിർവൃതി അടയും ഇവർ. ഇക്കൂട്ടത്തിൽ ഇനിയും ചിലർ അധ്യാപകരാകാറുണ്ട്. ആയിരക്കണക്കായ മികച്ച അധ്യാപകർക്കിടയിൽ പൂട്ടിന് പീര പോലെ ഇങ്ങനെ ചിലരുണ്ടാവും. മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ സർഗവസനകളെ പോലും തല്ലിക്കൊഴിച്ച് കളയും അവർ. സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്തും നമ്മുടെ നാട്ടിൽ പുറങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ ഒരാളെങ്കിലും ഉണ്ടാവും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അപകർഷതാബോധങ്ങളും ആത്മനിന്ദയുമൊക്കെ മറ്റുള്ളവരിലേക്ക് വലിച്ചെറിഞ്ഞ് നിർവൃതി അടയുന്നവർ. ഒരു കുമ്പിൽ നിലക്കടലയ്ക്കുള്ളിൽ അതിൻ്റെ എല്ലാ രുചിയും കെടുത്തുന്ന ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കുന്നത് പോലെ മറ്റുള്ള മനുഷ്യരുടെ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും ആത്മവിശ്വാസത്തെയും ഒക്കെ തല്ലിക്കൊഴിച്ച് രസിക്കുന്നവർ. അവരെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല. കഴിയുന്നത് അത്തരക്കാരെ ഒഴിവാക്കി കളയുക എന്നത് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ തെളിഞ്ഞ ജലാശയത്തെ നിന്ദയുടെ വിഷം കലർത്തി മലിനമാക്കി കളയും അവർ. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. നല്ല ചിന്ത. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന് വള്ളത്തിൽ താമസിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ വള്ളത്തിൽ താമസിക്കുമ്പോൾ അദ്ദേഹം പല രചനകളും നിർവഹിച്ചിട്ടുണ്ട്. ഒരു രാത്രി വള്ളത്തിൽ താമസിച്ച് മെഴുകുതിരി വെളിച്ചത്തിൽ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ജലാശയത്തിൽ ഒരു ഇളം തെന്നൽ വീശുകയും മെഴുകുതിരി കെട്ടുപോവുകയും ചെയ്തു.
അതോടെ നിലാവിൻ്റെ മനോഹരമായ പ്രകാശരശ്മികൾ ആ വെള്ളത്തിൽ പതിക്കുന്നത് കാണാനായി. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിന് ഒരു കാര്യം വ്യക്തമായി. ഈ മനോഹരമായ പ്രകാശരശ്മികളെ കാണുന്നതിന് അതുവരെയും പ്രകാശം നൽകിക്കൊണ്ടിരുന്ന മെഴുകുതിരി വെളിച്ചം തടസ്സമായിരുന്നുവല്ലോ എന്ന്. ഇത് എപ്പോഴും ഒരു സത്യമാണ്. ജീവിതത്തിൽ നമുക്കുള്ള പല നേട്ടങ്ങളും വളരെ പ്രാധാന്യമുള്ളതായി നാം കരുതുമ്പോൾ കൂടുതൽ മഹത്വമേറിയ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് അവ തടസ്സമാകാറുണ്ട്. തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്ന പണ്ഡിതർക്ക് കൂടുതൽ ജ്ഞാനം കൈവരിക്കുന്നതിന് പലപ്പോഴും കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ്. തൻ്റെ ജ്ഞാനം ഏതുമില്ല എന്ന് ചിന്തിക്കുവാൻ കഴിയുന്നവർക്ക് കൂടുതൽ ജ്ഞാനം ഉൾക്കൊള്ളുവാൻ കഴിയും. ജ്ഞാനത്തോടുള്ള അവരുടെ അഭിനിവേശം കൂടുതൽ ജ്ഞാനം പ്രാപിക്കുന്നതിന് ഇടയാക്കും. എന്നാൽ ജ്ഞാനിയെന്ന് സ്വയം കരുതുന്നവർക്ക് കൂടുതൽ ജ്ഞാനം ആവശ്യമായി തോന്നായികയാൽ അതിനായി പരിശ്രമിക്കുവാനും സാധ്യതയില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഞാൻ എന്ന ഭാവം ആരിൽ ഉണ്ടായിരുന്നാലും ആ ഭാവം അവരെ തകർത്തു കളയും. മനുഷ്യജീവിതത്തിലെ എല്ലാ നന്മകളുടെയും ശത്രുവാണ് ഞാൻ എന്ന ഭാവം. ആ ഭാവം സ്വയം പ്രശംസയ്ക്ക് കാരണമാകുകയേ ഉള്ളൂ. കടപ്പാട്. കൺതുറന്നു കാത്തിരിക്കുന്നു എന്റെ ഉണ്ണീശോയെ, അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം എനിക്ക് മനസ്സിലാക്കി തരണമേ. ആമോദരായി കീർത്തനങ്ങൾ ഏറ്റുപാടുന്നു. മഞ്ഞു പെയ്യുമീ തിരുരാവിൽ താരകങ്ങൾ പാടി. ലൂക്ക 18:27. But he said, the things which are impossible with men are possible with God.
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പ്രാർത്ഥനയോടെ